ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോവുമായിട്ടാണ്. അപ്പം റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് 2 സ്വീറ്റ് റോൾസ് ആണ്. ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന 2 സ്വീറ്റ് റോൾസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആപ്പിൾ സിന്നമൺ റോൾ ഉണ്ടാക്കി നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പീൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആപ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ആപ്പിൾ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. വളരെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഇതിൻ്റെ സെക്കൻഡ് റെസിപ്പി ഇതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഷുഗർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കുകയാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഷുഗർ എല്ലാം നല്ലപോലെ ഒന്ന് അലിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷുഗർ അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറുവപ്പട്ടയുടെ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 5-6 റോൾസ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആപ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ചൊന്ന് ഇൻക്രീസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലുള്ള വെള്ളം നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ആപ്പിൾ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. ആപ്പിളും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മളിവിടെ ഇത് ഈ റോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബ്രെഡാണ്. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക. ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് എടുക്കുക. തണുത്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഞാൻ കുറച്ചാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഇത് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോളിങ് കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്കിത് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു മുട്ട മതി. ഒരു 5 റോൾസൊക്കെ ഉണ്ടാക്കാൻ ഒരു മുട്ട മതി. ഞാനിത് സെക്കൻഡ് റെസിപ്പിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 മുട്ടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ ഓരോ റോളും ഇതിലേക്ക് മുക്കിയെടുത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തത് ഓയിലാണ്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് ഗീ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റിയായിരിക്കും. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ആപ്പിൾ സിനമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തു മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ അടുത്തത് കാണിക്കുന്നത്. അപ്പം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതാ വളരെ ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ സിനമൺ റോൾ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റെസിപ്പി, ബനാന ചീസ് റോൾ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വളരെ പെട്ടെന്ന് എന്ന് പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ക്രീം ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 5 ക്യൂബ്സാണ് ക്രീം ചീസ് എടുത്തിട്ടുള്ളത്. ഇതും ഞാനൊരു 5 റോൾസാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ 4 to 5 റോൾസിന് ഇത്രയും ക്രീം ചീസ് മതിയാകും. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബനാന എടുത്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ബനാന കട്ട് ചെയ്ത് റെഡിയാക്കി. ഇനി നമുക്കിത് ക്രീം ചീസിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ ഒരു ബ്രെഡ് എടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ റോൾസ് എല്ലാം ഇനി നമുക്ക് എഗ്ഗിൽ കോട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗുണ്ട്, അതിൽ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ അല്ലെങ്കിൽ ഗീ യൂസ് ചെയ്താൽ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡ്സും ഒരുപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ചീസ് റോൾ. ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.